വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇപ്പം 7:30 ഞാനിപ്പോഴാണ് എണീക്കണേ. കുഴപ്പമില്ല. ദേവു പല്ലേച്ചോ? പല്ലേക്ക് പിന്നെ പത്രം എടുത്ത് വെച്ചില്ല, എടുത്തേക്കാം. ആ ദേവ നമുക്ക് വണ്ടി ഒന്ന് കഴിക്കാലോ. ആകെ വണ്ടി ചളിയായി, ചളി പിളി. ഞാൻ 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത്. അതുവരെ എൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് വണ്ടിയൊന്നും ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു. അപ്പം നല്ല ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ടേ. അപ്പം അതൊന്ന് കഴുകണം. ഇവിടെ റംബൂട്ടാനും പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോകുമ്പം ചെറിയ കായായിരുന്നു, പൂവിട്ടിട്ടുള്ളൂ, കായായിട്ടില്ല, പൂവിട്ടിട്ടുള്ളൂ. കാണിച്ചു തരാം കേട്ടോ. റംബൂട്ടാൻ പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴുത്തതൊക്കെ അവർ എടുത്ത് കഴിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പാഷൻ ഫ്രൂട്ട്. ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഇത് മുറിച്ചിട്ടേ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുക. അല്ലാതെ തന്നെ കഴിക്കാം, പക്ഷെ ചിലതിനൊരു പുളി ഉണ്ടാവില്ല, പുളി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലേ ഈ മാവുന്ന് നിറച്ച് മാങ്ങയായിരുന്നു, വലിയ വലിയ മാങ്ങയായിരുന്നു. മാങ്ങയുടെ പേര് എനിക്കറിയില്ല. ഇപ്പം എല്ലാം പോയി. ഇപ്പം ആണെങ്കിൽ മാങ്ങ കഴിക്കാനും കൊതി. ഇന്നത്തെ സ്പെഷ്യൽ പുട്ട് ചെറുപയർ. എനിക്ക് പുട്ട് വലിയ ഇഷ്ടമല്ല, പക്ഷെ ചെറുപയർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് പുട്ട് കഴിക്കാം. കൊള്ളാം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റ്, മദർ ഇൻ ലോ എൻ്റെ അമ്മായി അമ്മ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റ്. ഇതും കൊള്ളാം. കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പണിയെന്ന് ചോദിച്ചാൽ മോളെ കുളിപ്പിക്കണം. പിന്നെ ഇതുണ്ടോ, ഇത് ഞങ്ങളെ ഫാമിലി ഫോട്ടോ. ഇനിയിപ്പോൾ വേറൊരു ഫോട്ടോ കൂടി എടുക്കണം. ഒരാളും കൂടി വന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 4 മെമ്പേഴ്സായില്ലേ. അപ്പോൾ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് ഫ്രെയിം ചെയ്യാനായിട്ടുണ്ട്. ആള് നല്ല ഉറക്കമാണ്. ഇപ്പം സമയം 8:30 കുളിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് നിങ്ങൾ യോഗക്ക് ആയിരുന്നു. റൂമൊക്കെ നല്ല അലമ്പായിട്ട് കിടക്കുക കേട്ടോ. കാരണം ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അതുകൊണ്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചില്ല. പതുക്കെ പതുക്കെ ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ നേരത്തെ അപ്പോഴേക്കും മോളെ എണീക്കും.
പിന്നെ അവളെ പാല് കൊടുത്ത് ഉറക്കി അപ്പോഴേക്ക് സമയം പോകും. ഈ റൂം പോലെ തന്നെ കേട്ടോ അടുത്ത റൂമും കാണിച്ചരേ. കാരണം എന്താ വെച്ചാൽ ഇത് ഏടത്തിയമ്മേൻ്റെ റൂമായിരുന്നു. പക്ഷെ അവർ പുതിയ വീട് മാറിപ്പോയപ്പോൾ ഇത് പിന്നെ കാലിയായി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിൽ ബെഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഇവിടെയും ഞാൻ കൊണ്ടുവന്ന എൻ്റെ സാമഗ്രികളൊക്കെയാണ്. ഇതെല്ലാം ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് ഒരു ബുദ്ധിമുട്ട്. അവിടെ മാത്രമല്ല ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ക്ലീനിങ് പരിപാടിക്കൊക്കെ പോട്ടെ കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൂം വൃത്തിയാക്കാന്നേ ഉള്ളൂ. ഡ്രസ്സ് മടക്കി വൃത്തിയാക്കി വെക്കണം, അറേഞ്ച് ചെയ്ത് വെക്കണം. ബാക്കി പരിപാടികളൊന്നുമില്ല. അടുക്കളപ്പണി, മുറ്റമടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 90 ദിവസം ആയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതുവരെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പണികളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. സുന്ദരിക്കുട്ടി എണീറ്റോ? ഗുഡ് മോർണിംഗ് മധു, മധുമതി, മന്ദാകിനി, മധു. ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എണീറ്റു കേട്ടോ. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, പാല് കുടിക്കണം, വീണ്ടും ഉറങ്ങണം, പിന്നെ മൂത്രമൊഴിക്കണം, വീണ്ടും പാല് കുടിക്കണം, പിന്നെ അപ്പിടണം. ഇല്ലേ ഇല്ലേ മാതമ്മേ? എന്തുകൊണ്ടറിയോ? ഞാൻ ഉണ്ടാക്കി. താങ്ക് യു സോ മച്ച്. അത് പച്ചമുളക് മാത്രം ഇട്ടാൽ നല്ല രസമാണ്. സുന്ദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒന്ന് പോയി കുളിക്കോ? ഓള് പെണ്ണാച്ച് കുളിക്കാൻ പോവാ. ശ്രദ്ധിക്കട്ടോ. ഇങ്ങനെ തേച്ചിട്ടോ അത്തിക്കോ? ആ ചിരിക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ടോ? അയ്യോ, കഴുത്ത് പോണതാ. കുഞ്ഞു കഴുത്ത് ഇങ്ങനെ പോണേ. കുഞ്ഞു കഴുത്ത് ആരാ വന്നേ? ആരാ വന്നേ? ആരാ വന്നത്? നമ്മളെ ദേശീയഗാനം ഒന്ന് കുട്ടിക്ക് പാടി കൊടുത്തേ. തിട്ടേ ഞാൻ പാടൂല, അമ്മ വേണമെങ്കിൽ പാടിക്കോ. ഇതിപ്പോ ഉറങ്ങണില്ലല്ലോ, ഉറങ്ങി കഴിഞ്ഞല്ലത്. ഇതാ ചേച്ചി അനിയത്തി ദേശീയഗാനം ചൊല്ലുണ്ട്. ഞാനല്ല ശരിക്കും അമ്മ. അമ്മ ഇതാണ് അമ്മയും കുട്ടി. ദേവ് കരയണതാ. കുൽക്കല്ലേ? ആ പഠിച്ചില്ലേ? മുട്ടയായി, മുട്ട സൂപ്പി, ഉണ്ണിയപ്പം വരെ.
1ml അല്ലേ? ആ അതന്നെ, അതാണ് 1ml. മില്ലിമീറ്റർ നിക്ക് പ്രസ് ചെയ്യ്. പൊക്ക് അതിനേക്കാളും കൂടുതലല്ലേ, അപ്പൊ കുറച്ച് താഴ്ത്തിക്കാക്ക്. അല്ല അത് ഫുള്ള് പ്രസ് ചെയ്യ്. ഇനി മെല്ലെ മെല്ലെ താഴ്ത്തിക്കാക്ക്. ആ ഞാൻ 1ml അടുത്ത് എത്തിയോ? എത്തിയില്ലേ? അതിന്റെ അടിക്കെത്തി. കുറച്ച് 2-3 തുള്ളിയും കൂടി മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല അമ്മ, ഇവളാണ് കുട്ടീൻ്റെ അമ്മ. മരുന്നൊക്കെ വെക്ക് കൊടുക്കണം. ആയില്ലേ? 1ml. ഫോക്കസ് ആവണില്ലല്ലോ. എന്താ ദേവ. സമയം 1:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്, ചോറിനുണ്ടേ. അപ്പം എന്തൊക്കെയൊന്നും കാണിച്ചു തന്നാലോ. ചോറ്, പടവലങ്ങക്കറി, വാഴയ്ക്കുപ്പേരി, കാന്താരി മുളക് ഉപ്പിലിട്ടത്, പപ്പടം, പിന്നെ മോര് ഒഴിച്ചിട്ടുണ്ട്, കാണൂല. അപ്പം ഇത്രയാണ് സാധനങ്ങൾ. ഇനി കൂട്ടി കുഴച്ചൊന്നും കഴിക്കട്ടെ കേട്ടോ, വിശക്കുണ്ട്. കൂടെ എന്താണ്? ടീ. അതിരടിയാണേ. ഞാൻ ഇന്നലെ അതിരടി മുമ്പ് കാണാൻ പറ്റുന്നത്, പക്ഷെ ഞാൻ കാണുമ്പോഴേക്കും ചുറ്റി ഉറങ്ങി. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഒറ്റ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല മൂവീസ്. ടി വി കാണുന്നതിൻ്റെ ഇടയിലാട്ടോ ദേവ് വന്നത്. അവള് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു, അവളെ അച്ഛമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ. ഇതാണോ ഡ്രസ്സ് വാങ്ങിയേ? നോക്കട്ടെ, കാണിച്ചു. സ്കേർട്ടും ടോപ്പും. വേറെന്തൊക്കെ വാങ്ങി? മാംഗോസ്റ്റിയോ? രസമുണ്ട്, കുഴപ്പമില്ല. നമ്മള് വെള്ളം കുടിക്കാണ്. ഫ്ലാസ്ക് ആട്ടെ നമ്മള് എന്താ വെച്ചാൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാം. ആദ്യം ഇത് ഈ കസാരയിലിരുന്ന് നല്ല ഫ്ലാസ്ക് നല്ല സുഖമാണ്. ഉള്ളിൽ വേറെ ഉണ്ട്. ഞാൻ ചില ഇത് വാങ്ങുമ്പോൾ അങ്ങനെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടാകത്തില്ല കേട്ടോ. സാധാ ഇത് മാത്രം ഇത് മൂടി കിടക്കുന്ന ഫ്ലാസ്കായിരിക്കും ഉണ്ടാവുക. ഇത് വെറൈറ്റി ഫ്ലാസ്കാണ്. വെള്ളം ഉണ്ടാകുമ്പോൾ അറിയില്ല കേട്ടോ. ഉണ്ട്, കുടിക്കാം. അല്ല ചൂട്, ഒരു ഇളം ചൂട് വെള്ളാത്തത്. അപ്പം പിന്നെ സുഖം. അയ്യോ വെള്ളം പോയല്ലോ മേത്തൊക്കെ. കടിച്ചേക്കാം. നെയ്പ്പാണല്ലോ ഈ മൂടി മാത്രം ഇത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ആദ്യമായിട്ടുള്ള ഉണ്ടാവണം. എനിക്കറിയില്ലല്ലോ. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പം നമ്മൾ അരീക്കോട് മമത ബേക്കറീൻ്റെ മുന്നിൽ ഓപ്പോസിറ്റ് നമ്മളെ 100 സ്റ്റോറിൻ്റെ അവിടെ ഞങ്ങൾ പോയ അപ്പം തന്നെ നിന്നപ്പോൾ എൻ്റെ അച്ഛൻ നേരെ പോയത് കൊമ്പങ്കാട് കോയൻ്റെ അടുത്തേക്കാണ്. കൊമ്പങ്കാട് കോയ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനെ അറിയില്ല അത് കൊമ്പങ്കാട് കോയാണ്. പോയി എവിടെ കൂടെ പോകേണ്ട. അപ്പോൾ ഞാൻ കുഞ്ഞാപ്പൂവിനെയും കണ്ടു, കൊമ്പങ്കാടും കോയനും കണ്ടു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഓല് അവിടുന്ന് പോയിരുന്നു ഓലെ വീട്ടിൽ. അപ്പോൾ അടുത്ത വീടോട് കാണാൻ. അപ്പോൾ അമ്മ എന്താ ചെയ്യണമെന്ന് നിനക്കൊന്ന് കാണണ്ടേ? ബാ, എന്ത് സിനിമയെ കാണണ്ടേ? വായോ, കാണിച്ചു തരാം. ഞാൻ ഇവിടെ പഠിക്കാൻ. അമ്മ പറഞ്ഞു 5 മണിക്ക് പഠിച്ചാൽ എനിക്ക് 7 മണിക്ക് അന്നെ ഫ്രീ ആയിട്ട് വിടാം. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ഇടുമ്പോൾ പറഞ്ഞേ ഇനി പഠിച്ച് കഴിയാനാവുമ്പോൾ 9 മണിയാവും എഴുതിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? അതായത് ഇപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പം ഇത്ര നേരം പുള്ളിക്കാരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് TV ഒക്കെ കണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പഠിച്ചോ,
എന്നാൽ നേരത്തെ ഫ്രീ ആക്കാന്നെ. എന്നാൽ പിന്നെ കുട്ടീൻ്റെ കൂടെ കളിക്കല്ലോ, കുറച്ച് നേരം ടി വിയും കാണാം അല്ലേ. അപ്പം ഞങ്ങൾ പഠിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിലാണിത് ഡ്രാഗൺ ഫ്രൂട്ട്. മതി മതി പഠിക്കല്ലേ. വേണ്ട. അപ്പം നമ്മൾ കുറച്ച് നേരം പഠിക്കട്ടെ കേട്ടോ. പഠിക്കാനിരുന്നതാ, പഠിച്ച് അവസാനം കിടന്നുറങ്ങി. വെറുതെ കിടന്നതാ, പാവം ഉറങ്ങിപ്പോയി. ഈ അധികം സമയമൊന്നും ആയിട്ടില്ല, 7 മണി പോലും ആയിട്ടില്ല. ഇനിയിപ്പോൾ വിളിക്കണം. ഇപ്പം കിടന്നുറങ്ങിയാലേ പിന്നെ രാത്രി ഒട്ടും ഉറക്കണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുണ്ട് വിശേഷം. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോളെ വിളിക്കണം, ഫുഡ് കൊടുക്കണം. പിന്നെ ഇവിടെ അടുത്ത ആളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.